അജിംസ്, AICCയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ഈ വോട്ടർ പട്ടിക സമഗ്രമായി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലവിലെ സംഘടനാ സംവിധാനം വെച്ച് അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു ചോദ്യം തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനോട് ഞാൻ ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് നിലവിൽ AICCയുടെ നിർദ്ദേശമാണ് പൂങ്കുന്നം, വിൽവട്ടം അടക്കമുള്ള മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള മുഴുവൻ വോട്ടർ പട്ടികയും പ്രത്യേകിച്ച് BJP കൗൺസിലർമാരുള്ള വാർഡുകളിൽ ഡിവിഷനുകളിൽ കൃത്യമായി തന്നെ പഠിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 13-ാം തീയതി ഈ വാർഡ് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരെയെല്ലാം DCC ഓഫീസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെ വെച്ച് അവർക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ കാര്യമായ ഒരു ആശയവിനിമയവും നേതൃത്വം നടത്തും. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി തന്നെ തങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് ജോസഫ് ടാജറ്റ് ഇന്നലെ എന്നോട് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് നടപ്പാക്കാനുള്ള സംഘടനാ സംവിധാനവും മറ്റു ഭൗതിക സാഹചര്യങ്ങളും അവർക്കുണ്ടോ എന്ന് സംശയമുണ്ട്. എങ്കിൽ പോലും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്യാതെ നിലവിലുള്ള DCC നേതൃത്വത്തിന് നിർവാഹമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അവർക്ക് കണ്ടെത്താനാകും കഴിയും എന്നും തന്നെയാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇത് കാരണം കോൺഗ്രസിൻ്റെ തൃശ്ശൂരിലെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണിത്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ജില്ലാ കളക്ടർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കും എതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഇടപെടൽ അനിവാര്യമായിരുന്നു. അത്തരമൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇലക്ഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായി ഉദ്യോഗസ്ഥർക്ക് തീരെ താല്പര്യം കുറഞ്ഞ ഒരു കാര്യമാണിത്. മടുപ്പിക്കുന്ന ഒരു ജോലിയായാണ് പൊതുവെ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കാറുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ ആ ഭാഗത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാക്കാനും ഈ തട്ടിപ്പ് തടയാനും കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അർത്ഥത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അനിൽ അക്കരെ ഉന്നയിച്ചതും. അനിൽ അക്കരെ മാത്രമല്ല, ഡെപ്യൂട്ടി കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ബൂത്ത് ലെവൽ ഓഫീസർ വരെയുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും 1-2 വോട്ടല്ല, വ്യാപകമായി സംഘടിതമായി ചേർത്തിരിക്കുകയാണ്. അത് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നാണ്. അതിനൊരു കൃത്യമായ പാറ്റേൺ ഉണ്ട്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിന് സന്നദ്ധമായി ഏത് സംവിധാനം വരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കോൺഗ്രസ് ഒരു പഠനം നടത്തിയാലും നിയമപരമായി അതിന് വാലിഡിറ്റി ഇല്ല. അതുണ്ടാകണമെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ തന്നെ വരേണ്ടതുണ്ട്. അതുണ്ടാകും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ കർണാടക സർക്കാർ അത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂരിലെ ആരോപണം ഉന്നയിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിന് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അത്തരമൊരു നീക്കം കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും നിയമപരമായ നടപടി കൂടി ഇത്തരത്തിൽ വ്യാജമായി ചേർക്കപ്പെട്ട വോട്ടർമാർ നേരിടേണ്ടി വരും. അത് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും.